നല്ല പെർഫെക്റ്റ് പൂരി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ അറിയാം, വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഹായ് ഡിയേഴ്സ്, നിഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പൂരി ഉണ്ടാക്കാം കേട്ടോ. അതിനായി തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ദെൻ അതിൻ്റെ പകുതി 1 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ അത്രയും വേണ്ടെങ്കിൽ അത്രയും വേണ്ട. ഒരളവിനനുസരിച്ച് മൈദപ്പൊടി ആഡ് ചെയ്യാം. നന്നായി അരിച്ചെടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ റവ, ദെൻ സാൾട്ട്, ദെൻ ബേക്കിംഗ് സോഡ 1 പിഞ്ച് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സാധാരണ ഞാനിത് രാത്രി തന്നെ കുഴച്ച് വെക്കാറുണ്ട് കേട്ടോ. സ്കൂളൊക്കെ ഉള്ള സമയമാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് അത്രയും സമയം ലാഭിക്കാമല്ലോ. ഞാനിത് ഓവർനൈറ്റ് മുഴുവൻ കുഴച്ച് വെച്ച ഒരു മിക്സാണ് കേട്ടോ. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാകും. ദെൻ നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ്, ചുടുവെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല, പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കാറ്. നന്നായി 2 കൈ കൊണ്ട് നന്നായി കുഴച്ച് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ 1 സ്പൂൺ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി. പിറ്റേ ദിവസം നമ്മളിത് എടുക്കുമ്പോൾ ഈ പരുവത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് പൂരിമാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പൂരി പരത്താനായിട്ട് ചപ്പാത്തി മേക്കറാട്ടോ യൂസ് ചെയ്യുക. പക്ഷേ ഈ ചപ്പാത്തി മേക്കറിൽ ഞാൻ ചപ്പാത്തി മേക്ക് ചെയ്യാറില്ല, ബിക്കോസ് അതെനിക്കെന്തോ സെറ്റായിട്ടില്ല. ഈവൺ പത്തിരി പോലും വളരെ പൊടി നന്നായി തൂവിയാൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സോ ഞാനിത് യൂസ് ചെയ്യുന്നത് പൂരിയുടെ ഷേപ്പ് എടുക്കാനായിട്ടാണ് കേട്ടോ. ചിലർക്ക് അത് മാവ് യൂസ് ചെയ്ത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാനാണ് ഇഷ്ടം. എന്തായാലും ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല എളുപ്പമായി തോന്നിയത് ഇതാണ്. എനിക്ക് പൂരി പൊരിച്ചെടുക്കാനായിട്ട് വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ബിക്കോസ് ഈ പൂരി ഒട്ടും തന്നെ ഓയിൽ വലിച്ചെടുക്കുന്നില്ല. ചിലർക്കൊക്കെ തോന്നും തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുളിച്ചു പോകുമോ, ദെൻ ഒരുപാട് ഓയിൽ അബ്സോർബ് ചെയ്യുമോ എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് അത് ഫീൽ ചെയ്തില്ല. ബിക്കോസ് നല്ല പെർഫെക്റ്റ് പൂരി തന്നെ കിട്ടാറുണ്ട്. ഒട്ടും ഓയിലി അല്ലാത്ത നല്ല പെർഫെക്റ്റ് പൂരി, നല്ല പഫിയായ സ്റ്റിഫായി നിൽക്കുന്ന പൂരി തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റിഫ്നെസ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറൊക്കെ നിൽക്കാറുണ്ട്. അതിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല പഫിയായി തന്നെ നിൽക്കാറുണ്ട്. ഇനി ഇതിൽ ഓയിലി അല്ല എന്ന് കാണിച്ചു തരാനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒട്ടും തന്നെ ഓയിൽ അബ്സോർബ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. മാത്രമല്ല നമുക്ക് 2 വിരൽ കൊണ്ട് മുറിച്ചെടുക്കാവുന്ന അത്രയ്ക്കും സോഫ്റ്റ് പൂരിയാണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി ഇത് കഴിക്കുന്ന പരുവത്തിലാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ഇടുകയാണെങ്കിൽ അതിനേക്കാളും അനായാസത്തിൽ നമുക്കിത് പീസാക്കി കഴിക്കാവുന്നതാണ്. എന്തായാലും പീസ് മസാലയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കഴിച്ചത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. സീ യു ദെൻ, ബൈ.